അതെ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ പഠിപ്പിച്ചു തരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. അല്ല, അവർ പഠിപ്പിച്ചു തരുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്, അല്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ചില ആളുകളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കായിട്ടുള്ളത് എൻ്റെ അനുഭവം ഉള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റ് എൻ്റെ അനുഭവം പറയാം. ഞാനിത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് എന്നറിയാതെ ഞാൻ ചെയ്ത ചില കാര്യങ്ങളൊക്കെ പിന്നീട് എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. നല്ലതും വന്നിട്ടുണ്ട്, ചീത്തയും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ലത് തന്നെ ആലോചിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു 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 മൂവി പോലെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കങ്ങനെ വരും. ഞാൻ ചെറുതായിരുന്ന സമയത്ത് ചെറുകഥകൾ വായിക്കുന്ന ശീലമുണ്ട് എനിക്ക്. മാതൃഭൂമിയിലോ കലാകൗമുദിയിലോ അത് രണ്ടുമാണ് നമ്മുടെ വീട്ടിലൊന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഐ തിങ്ക് കലാകൗമുദി ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു ചെറുകഥ വന്നതിനകത്ത് ഒരു ബോംബെ ജീവിതത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു നേർക്കാഴ്ച പോലെ ആ എഴുതിയ ആ കഥാകൃത്ത് വരച്ച് കാണിച്ചിട്ടുണ്ട്. ആരെഴുതിയതാണെന്നൊന്നും ഓർക്കാനുള്ള അത്രയും ഇതില്ലായിരുന്നു ആ സമയത്ത്. ഒരു 8 9 ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഒരു സ്ത്രീ ഇങ്ങനെ അത് വരയ്ക്കുന്നത് ഈ നമ്പൂതിരിയാണ് വരച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കലാകൗമുദി ആയിരിക്കുമെന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാതൃഭൂമി ഏതെങ്കിലും ആയിരിക്കും. കലാകൗമുദിയിൽ സ്ഥിരം ഒരു KP നമ്പൂതിരി എന്നാണ് എൻ്റെ ഓർമ്മ. വരയ്ക്കുന്ന ഒരു ആളുണ്ടായിരുന്നു. ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് പോലെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വരയ്ക്കുന്നത് അദ്ദേഹമാണെന്ന് തോന്നുന്നു. മോഹൻലാലിന് ഗന്ധർവനെ വരച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു ഇത് ഓർമ്മയുണ്ടോ? അദ്ദേഹമാണെന്ന് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ കലാകൗമുദിയുടെ പേജ് ഇങ്ങനെയാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒരു സൈഡിൽ ഒരു സ്ത്രീ ഇങ്ങനെ കുന്തക്കാലെന്ന് പറയില്ലേ, ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചപ്പാത്തി വരുത്തുന്നു. അതാണ് ആ വരച്ച് വെച്ചിരിക്കുന്നത്. അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൊരു മണ്ണെണ്ണ സ്റ്റൗവും അതിൻ്റെ മുകളിൽ ഒരു ദോശക്കല്ല് പോലെ ഇതും ഇരിപ്പുണ്ട്. ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിട്ടൊരു പിക്ചർ. അതെൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ സ്ത്രീയുടെ ആത്മകഥമാണ് ഈ കഥാകൃത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ അലാം 5 മണിക്ക് അടിക്കുന്നത് കേട്ടുകൊണ്ട് കണ്ണ് തിരുമി പെട്ടെന്ന് അലാം അടിച്ചോ അതോ ഞാൻ മിസ്സായോ എന്നുള്ള മട്ടിൽ ആ സ്ത്രീ എഴുന്നേൽക്കുന്നതും എൻ്റെ മനസ്സിൽ ആ വരകൾ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ആ കഥ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എണീറ്റിട്ട് വേഗം പടപടപടാന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഒരു സ്റ്റൗവിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്നറിയാൻ വയ്യാതെ അവൾ വേഗം വെള്ളം വെച്ചു, ചായക്കുള്ള വെള്ളം വെച്ചു. ഉടനെ തന്നെ ഒരു സ്റ്റൗവേ ഉള്ളല്ലോ, ഒരെണ്ണം കൂടെ വാങ്ങിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്ങനെ ഒപ്പിക്കാനോ? ചെറിയ ഒരു ടൈപ്പിസ്റ്റിൻ്റെ സാലറിയാണ് ഇവൾക്കും കിട്ടുന്നത്, അവളുടെ ഹസ്ബൻഡിനും ഏകദേശം അതുപോലത്തെ ആണെന്നൊക്കെ എഴുതിയിരിക്കുകയാണ്. ഭർത്താവിനും അതേപോലത്തെ സാലറിയിൽ എങ്ങനെ ഒപ്പിക്കാൻ പറ്റും? ഈ ഒരു മുറിയുടെ വാടക തന്നെ കൊടുക്കാൻ വളരെ തുച്ഛമായ എമൗണ്ടാണ്. അത് കഴിഞ്ഞ് ബാക്കി വേണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പിന്നെ വീട്ടിലെ അമ്മയ്ക്ക് നാട്ടിൽ പാലക്കാടിൻ്റെ ഒറ്റപ്പാലത്തെങ്ങുമാണ് അവർക്ക് പൈസ അയച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ അതിൽ എഴുതിയേക്കാണ് നാരേറ്റീവ് പോലെ ഇങ്ങനെ എഴുതിയിരിക്കുക. അതിൻ്റെ ഇടയിലൂടെ ഇത്രയും വിചാരങ്ങൾക്കിടയിലൂടെ പരിപ്പ് കറിയും ചപ്പാത്തിയും ഒരു വിധത്തിൽ തയ്യാറാക്കുന്നതും പിന്നെ അതൊക്കെയാണ് പറയുന്നത്. അതായത് രാവിലെ ആ ഒരു ജോലിക്ക് പോകാൻ പോകുന്ന അവരുടെ ആ ഒരു തത്രപ്പാട്, ഒരു നിറമങ്ങിയ ചുരിദാർ എടുത്ത് വലിച്ചു കയറ്റി ലോക്കൽ ട്രെയിനിൽ ഇടിച്ചു കയറുന്ന കാര്യം ഓർക്കുകയും അങ്ങനെ ആ ബോംബെയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്യണം അതൊക്കെ കഴിഞ്ഞ് രാത്രി വന്ന് തൻ്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറുന്ന ഭർത്താവിൻ്റെ എന്താ പറയുക കാമവാസനയ്ക്ക് കിടന്നു കൊടുക്കുന്നു. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ചപ്പാത്തി പരത്തുന്നതും ഈ മണ്ണെണ്ണ സ്റ്റൗവും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാനിവിടെ പൊങ്ങച്ചടിക്കുന്നതല്ല. എൻ്റെ അച്ഛൻ എനിക്ക് വിവാഹത്തിന് തന്ന നിങ്ങളെൻ്റെ വീഡിയോ കണ്ടു കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തി അങ്ങോട്ട് വലുതാക്കി അങ്ങ് വിട്ടതെന്ന്. കാറും ഒക്കെ തന്നു വിട്ട ഒരു ജൂനിയർ വക്കീലാണ് ഞാൻ ആ സമയത്ത്. ഞാൻ ഇതേപോലെ മണ്ണെണ്ണ സ്റ്റൗ വെച്ചിട്ട് ചപ്പാത്തി പരത്തിയിട്ടുണ്ട്. അത് എപ്പോഴോ എൻ്റെ മനസ്സിലേക്ക് കയറിയതാണ് കേട്ടോ. അതങ്ങനെ നടന്നു എന്നാണ് ഞാൻ പറയാൻ വന്നത്. അത് ചീത്ത കാര്യമായത് കൊണ്ടൊന്നല്ല ഞാനത് അന്നത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ
കോഡ് പോലെ വരച്ചിട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുന്നതാണ്. ഐ എം കണക്റ്റിംഗ് ദ ഡോട്ട്സ്, പുറകോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നല്ല കാര്യം ഒരെണ്ണം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് ഒരു മഞ്ഞ, അപ്പോൾ ഇത് ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, അങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ അത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അമ്മയ്ക്ക് ഒരു മഞ്ഞ പേഴ്സ് ഉണ്ടായിരുന്നു. പേഴ്സ് പറഞ്ഞാൽ ഇങ്ങനെ ബാഗ് പോലെ ഇങ്ങനെ. അപ്പോൾ ആ ബാഗ് അമ്മ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അമ്മ സ്കൂളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അത് പിന്നെ അമ്മ അത് ഉപേക്ഷിച്ചു അവിടെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഈ ചെമ്പരത്തി ഇലയില്ലേ നോട്ടുകളാക്കിയിട്ട് ഇങ്ങനെ 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 എണ്ണുമായിരുന്നേ. എപ്പോഴും അമ്മയൊക്കെ അവിടെ കൊടുക്കുന്ന കണ്ടിട്ട് ജോലിക്കാർക്കൊക്കെ പൈസ കൊടുക്കും നമ്മുടെ പാടത്തുനിന്ന് പണി കയറി വരുമ്പോഴേക്ക്. അപ്പം ഞാൻ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ശമ്പളം എന്നും പറഞ്ഞൊരു ചെറിയ ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വെക്കും. ഇങ്ങനെ ഇത്ര രൂപ, 500 ആദ്യം എഴുതി വെച്ച്, എന്നാൽ അത്ര അറിയാൻ പാടുള്ളൂ. 500 എഴുതി വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ 500 കൊണ്ട് ഞാൻ പലതും ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. കടയിൽ കൊടുക്കാനുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെക്കുമായിരുന്നു. അതെൻ്റെ ഒരു ശീലമായിരുന്നു. അന്നേ ചെറിയൊരു ഡയറി പണ്ട് എവിടെയോ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീട് നന്നാക്കിയപ്പോൾ അത് എല്ലാം കളഞ്ഞു. പണ്ട് ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ അത് പെട്ടിട്ടുണ്ടായി. അങ്ങനെ ആയിക്കഴിഞ്ഞ ഒരു ദിവസം 2-3 മാസം കഴിഞ്ഞപ്പോൾ 500 പോരാ, 3000 ഞാൻ എഴുതി വെച്ചിട്ട് ഇത്ര രൂപ എന്നൊക്കെ ഞാൻ എഴുതുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ലെറ്റ് മീ ടെൽ യു, ആദ്യത്തെ എൻ്റെ വേതനം എന്ന് പറയുന്നത് 500 രൂപയായിരുന്നു. ഒരു ജൂനിയർ ലോയറായിട്ട് 2ാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്കൊരു കമ്മീഷൻ തന്നു. അന്ന് പുതിയ എൻറോൾമെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജഡ്ജിമാർ മജിസ്ട്രേറ്റിൻ്റെ കോടതിയിലൊക്കെ ഇരിക്കുമ്പം, മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ കോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് ചോദിക്കും ഇങ്ങനെ ഈ കേസ് വിളിക്കുമ്പോഴേ ആരെങ്കിലും പുതിയ എൻറോൾമെൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ തനിക്കൊരു കമ്മീഷൻ ഇടുന്നുണ്ട്, അവരൊക്കെ പറഞ്ഞു തരും എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. ഞാൻ അങ്ങനെ ഒരു കമ്മീഷന് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മളാണ് പോയിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് ജഡ്ജിന് കൊടുക്കണം, നമ്മൾ എഴുതി കൊടുക്കണം. അതൊക്കെ അതൊരു വഴിയുടെ മാറ്ററായിരുന്നെന്ന് തോന്നുന്നു. മരം മുറിക്കുന്നതോ വഴിയിലേക്ക് ഇറങ്ങി അവരുടെ ആഞ്ഞിലിയോ എന്തോ ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ കാറ് അടുത്ത വീട്ടിലേക്ക് പോകുന്നില്ല, ഈ മരം മുറിച്ചേ പറ്റത്തുള്ളൂ. ആ ആഞ്ഞിലി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒത്തിരി പൈസ കിട്ടുന്നതാണ്. അപ്പോൾ ഇവർ മുറിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മൾ പറയണം ഈ മരം മുറിച്ചാൽ മാത്രമാണ് അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ നോക്കി പറയണം. കാരണം ജഡ്ജ് അവിടെ പോയി നോക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കേസായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ 500 രൂപ. കണ്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടിയ ശമ്പളം എന്ന് പറയുന്നത്, ഞാൻ മദ്രാസിൽ ചെന്ന് കഴിഞ്ഞിട്ട്, ഇത് എറണാകുളത്ത് വെച്ചായിരുന്നേ, മദ്രാസിൽ ചെന്ന് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് ചേർന്ന ഒരു ജൂനിയർ ലോയറായിട്ട്. അവിടെയാണ് എനിക്ക് 3000 റുപ്പീസ് സാലറി തന്നത് അന്ന്. അപ്പം ഇതെല്ലാം വരികയാണ്, നമ്മളറിയാതെ നമ്മളിലേക്ക് വരികയാണ് ഇതൊക്കെ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ മനസ്സിൽ എപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തോൽവിയുടെ ചിന്ത നമുക്ക് വരരുത്. തോൽവിയുടെ ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ തോക്കും. അതുകൊണ്ട് തോക്കുന്ന ചിന്തയെ നമ്മൾക്ക് വരരുത്. നമ്മളിങ്ങനെ ചെയ്യുന്നു, നമ്മൾ അങ്ങനെ ചെയ്യുന്നു, നമ്മൾ ആ വണ്ടി ഓടിച്ചു പോകുന്നു, ഈ വണ്ടിയിൽ കയറി പോകുന്നു, ഇങ്ങനെയൊക്കെ വിചാരിച്ച് അതെല്ലാം നമ്മൾ എഴുതി വെച്ച് നടക്കുന്ന പോലെയാണ്. നിങ്ങൾക്കറിയാം, എനിക്കിതിനകത്ത് യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബർ ഒരാളുണ്ടല്ലോ. ഇനിയിപ്പോൾ അവരുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലപ്പം പേര് പറഞ്ഞിട്ട് ചേച്ചി വലിയ ആളാവാൻ നോക്കുകയാണ് അവരുടെ പേര് പറഞ്ഞെന്നൊക്കെ ചിലർ പറഞ്ഞായിരുന്നേ. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം പേര് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അവർ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പേരോട് കൂടിയിട്ട് എഴുതി വെച്ചത് ഇവിടെ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് അവരൊരു വീട് വാങ്ങിച്ചു. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, കുറേ പേര് കാണുന്നുണ്ടാവും. അതാണ് പറയുന്നത്, അത് ആ മാനിഫെസ്റ്റേഷൻ്റെ ശക്തിയാണ്. അപ്പോൾ നമുക്കും അതുപോലെയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ ഇറ്റ് വിൽ കം ടു യു. എന്ത് തന്നെ ആയാലും നിങ്ങളിലേക്ക് വന്നു ചേരും അത്. ഞാൻ വീട് വാങ്ങിച്ച കഥ ഞാൻ പറയാം. മദ്രാസിൽ വീട് വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പോൾ ഞാൻ ഓരോ ദിവസവും രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ദിസ് റൂഫ് ഇസ് നോട്ട് മൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കുന്നത്. ഏത് വാടക വീട്ടിലെല്ലാം നല്ല വീടുകളൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ നോക്കിക്കിടന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത്, ദിസ് റൂഫ് ഇസ് നോട്ട് മൈൻ എന്ന് പറയുന്നത് മാറ്റണം. എനിക്കും എൻ്റെ സ്വന്തമായിട്ടുള്ള റൂഫ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ മാറ്റണം. ഇതൊന്നും ആരും പറഞ്ഞിട്ടല്ല, ആ നെഗറ്റീവ് ആ പോസിറ്റീവിലേക്ക് മാറ്റണം എന്നുള്ളത് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനും ഇത് തുടങ്ങി. എനിക്കത് എൻ്റെ മനസ്സിൽ അത് തന്നെ വരാൻ തുടങ്ങി. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ് ജോസഫ് മർഫി, യെസ്, അവരുടെ ബുക്കുണ്ട്. ആ ബുക്ക് നിങ്ങളൊന്ന് വാങ്ങിച്ച് വായിക്കൂ കേട്ടോ. മലയാളത്തിലും ഉണ്ട്.
അത് മലയാളത്തിലെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. വീട്ടിലുണ്ട്, ഞാൻ ഇനി നെക്സ്റ്റ് ടൈം വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അതെടുത്ത് കാണിച്ചു തരാവേ. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ വയർ ചെയ്യുന്ന, ട്യൂൺ ചെയ്യുന്ന, അതുപോലെ നിങ്ങളുടെ ജീവിതം വരുമെന്നാണ്. ആ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്യാൻ പഠിക്കണം. എപ്പം നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കരുത്. കരയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊന്ന് കരഞ്ഞ് കണ്ണീര് തുടച്ചിട്ട് എഴുന്നേൽക്കുക, അതിൽ തന്നെ വീണ് കിടക്കാതിരിക്കുക കേട്ടോ. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പം മഞ്ജു വാര്യരുടെ പേര് നമുക്ക് പറയാമല്ലോ. മഞ്ജു വാര്യർ ഒരുപാട് കരഞ്ഞ് അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ഈ പണം ഉണ്ടാക്കാൻ അവർ ഇറങ്ങി തിരിച്ചപ്പോൾ ആ പണം കൊണ്ട് അവർക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ സന്തോഷവതിയായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ വ്യക്തി ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ എവിടെയൊക്കെയോ പോയപ്പോൾ എവിടെയോ പണം കൊണ്ട് അവർ ഇതിലേക്ക് വരുന്നുണ്ടല്ലേ. പണമില്ലാതെ കഷ്ടപ്പെട്ട് അവരവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെയാണ് പറയുന്നത് അവരുടെ വീട്ടിൽ നിന്ന്. സത്യമൊന്നും നമുക്കറിയില്ല, പക്ഷെ പലരും ഇതിനകത്തൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ നമ്മളവിടെ അടിഞ്ഞു കിടക്കാതെ നമ്മൾ തന്നെ സ്റ്റെപ്പ് അപ്പായിട്ട് ഇങ്ങനെ പോയാൽ മതി. എൻ്റെ വീട് വാങ്ങിച്ച കഥയിലേക്ക് വരാം. വീട് വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. ഒരു ദിവസം ഒരു പേപ്പർ എടുത്തപ്പോൾ എൻ്റെ 40ാമത്തെ പിറന്നാളിന് ഒരു പേപ്പർ എടുത്ത് ഞാനിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളുടെ ഈ വീടിൻ്റെ പരസ്യം കിടക്കുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ആ മദ്രാസിൽ വാങ്ങിച്ച വീടിൻ്റെ പരസ്യം ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാസ ഗ്രാൻഡി എന്നാണ് ആ വീടിൻ്റെ ആ ബിൽഡേഴ്സിൻ്റെ പേര്. അവരുടെ പരസ്യം ഇത്ര കോടി എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ ബാങ്കിൽ കറക്റ്റായിട്ട് 1,00,000 രൂപയുള്ളൂ. എനിക്ക് ആ 2-3 മാസമായിട്ട് കുറച്ച് പൈസയായിട്ട് അവിടെ കിടക്കുന്നത് 1,00,000 രൂപയുള്ളൂ. അപ്പോൾ അവിടെ ചെല്ലുകയാണ് കേട്ടോ വീട് കാണാൻ വേണ്ടിയിട്ട്, ഞാനും അരവിന്ദും കൂടെ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ 40ാമത്തെ പിറന്നാളിനായിരുന്നു ഞാനത് ചെയ്തത്, മാർച്ച് 26. അവിടെ ചെന്നിട്ട് ആ വീടുകളുടെ മോഡലൊക്കെ കണ്ടു കഴിഞ്ഞു, ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്താ പറഞ്ഞത്, മാർച്ച് 26. മാർച്ച് 26 2012 മാർച്ച് 26. ശരിയല്ലേ ഞാൻ പറയുന്നത്? അതെ, 2013 മാർച്ച് 26 ഞാൻ അവിടെ വീട് ബുക്ക് ചെയ്യുന്നത്. അന്ന് അവിടെ ചെന്ന് കാണുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് 10-15 ലക്ഷം രൂപയോളം ലാഭം കിട്ടും, ഞങ്ങൾ ഏർലി ബേർഡ് ഓഫർ കൊടുക്കുന്നുണ്ടെന്ന്. അന്ന് രാവിലെ ഞാൻ ആ ബുക്ക് നോക്കി കഴിയുമ്പോൾ ഇതെൻ്റെ വീടാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്തു, നമ്പർ 5 എടുക്കണം എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. ഇത് വേക്കൻ്റ് ആണെന്ന് അവർ പറഞ്ഞു. ഉടനെ തന്നെ അവർ പറഞ്ഞു, ഇപ്പം ഒരു ടോക്കൺ അഡ്വാൻസ് ആയിട്ട് 1 lakh rupees തന്നു കഴിഞ്ഞാൽ ഇത് മാഡത്തിൻ്റെ പേരിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. നിങ്ങൾ പോയിട്ട് അടുത്ത 40 ദിവസത്തിനുള്ളിൽ അടുത്ത എമൗണ്ട്, പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതെന്ന് പറയും. അപ്പോൾ അടുത്ത 40 ദിവസത്തിനുള്ളിൽ ലക്ഷങ്ങളാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. എൻ്റെ ബാങ്കിൽ 1,00,000 ഉള്ളതെന്ന് ആലോചിക്കണം. അത് നമുക്കൊന്ന് ശരിയാക്കാം. അപ്പോൾ ഞാൻ ഇത് റീഫണ്ടബിൾ ആണോ? പറഞ്ഞ് 40 ദിവസത്തിനുള്ളിൽ തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇനി ഒരു 30 ദിവസം കൂടെ കഴിഞ്ഞ് അത് റീഫണ്ട് ചെയ്ത് തരും, പറ്റുന്നില്ല എന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞു. ഞാനവിടെ ആ 1,00,000 രൂപ ഇങ്ങനെ ചെക്ക് എടുത്ത് ഇങ്ങനെ ഞാൻ എഴുതുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഓം എന്ന് മനസ്സിൽ പറഞ്ഞു, ഓം സായിറാം എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാനത് എഴുതിയിട്ട് ഞാൻ അരവിന്ദിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അരവിന്ദ് പറഞ്ഞു, എൻ്റെ കയ്യും കാലും വിറങ്ങണം, ഇത്ര കോടിയൊക്കെ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരും, നമുക്ക് ഇങ്ങനെ സാധിക്കും എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, സാധിക്കും, ഉറപ്പായിട്ട് സാധിക്കും നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനത് കൊടുക്കുകയാണ് കേട്ടോ. ദൈവത്തെ വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ റെസീറ്റൊക്കെ തന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോടും ബ്രദറിനോടും, അമ്മച്ചി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്, ഞങ്ങൾ ഈ ഇത് വില്ല ബുക്ക് ചെയ്തു കേട്ടോ. എല്ലാവരും കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇരുന്നു, ഇത്ര കോടികൾ നിങ്ങളെങ്ങനെ ഇത് ശരിയാക്കും, നിങ്ങൾക്ക് ഇത്ര പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കും, എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ബുക്ക് എടുത്ത് വെച്ച് ഇതുപോലെ തന്നെ എഴുതി എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ആരെങ്കിലുമൊക്കെ കൈവായ്പ തരുമോ, അതൊക്കെ ഞാൻ എഴുതി ആ സമയത്ത്. പക്ഷെ ആരുടെ നിന്നും കൈവായ്പൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല കേട്ടോ. ഞാൻ രണ്ട് കസിൻസ്, ഒരു കസിൻ എനിക്ക് തരാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് എന്താ പറയുക ഹെൽപ്പ് നേടിയിട്ടുള്ള ഒരു കസിൻ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. ആ പുള്ളിക്കാരത്തി സ്വർണ്ണമൊക്കെ തരാം കേട്ടോ, അല്ലാതെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സ്വർണ്ണമായിട്ട് വേണ്ട ചേച്ചി, എൻ്റെ കയ്യിൽ സ്വർണ്ണം എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പണയം വയ്ക്കുമോ അത് ചെയ്തോളാം. ഞാൻ ക്യാഷാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, അതിന് പലിശ ഇല്ലാതെ വേണമല്ലോ. പിന്നെ ഞാൻ പക്ഷെ ആരുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കേണ്ടി വന്നില്ല. ഞാൻ എൻ്റെ തന്നെ ഗോൾഡ് പണയം വയ്ക്കുകയും കുറച്ച് എന്താ പറയുക ഷെയർസൊക്കെ ഞാനിങ്ങനെ 1000 ഒക്കെ വെച്ച് കൂട്ടി വെച്ചിരുന്നു. എനിക്ക് ജോലി കിട്ടിയ അന്ന് മുതൽ SIP എന്ന് പറയും. നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് in your own way you think, youngsters, your own way you think and do things.
ആ SIP-യിലിട്ട പൈസ എല്ലാം പിൻവലിച്ചു. എല്ലാം എഴുതി നോക്കുമ്പോൾ എനിക്കുണ്ടല്ലോ ആ 40 ദിവസത്തിനുള്ളിൽ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നുകൊണ്ടാണ്, എൻ്റെ ബാങ്കിലാണ് എനിക്ക് ഈ 1 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഞാനത് കൊടുത്തു. അത്രയും എന്തുകൊണ്ടാണ് എനിക്കത് കൊടുക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ, അത്രയും നാൾ ഞാൻ 40 വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ 26 വയസ്സ് മുതൽ ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. 27 വയസ്സ് മുതൽ ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പല പല ജോലികളായിട്ട് ചെയ്ത് അന്ന് എനിക്കൊരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഇൻകം വന്ന ആ സമയത്താണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ അത്രയും നാൾ ഞാൻ വളരെ ശ്രദ്ധിച്ചായിരുന്നു എൻ്റെ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്കതങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ, ഐ വാസ് വെരി ഡിസിപ്ലിൻഡ് ഇൻ മൈ സ്പെൻഡിങ് പാറ്റേൺ. കാരണം ഞാൻ എക്സ്ട്രാ വാഗൻസി ആയിട്ടുള്ള വണ്ടിയെല്ലാം ഓടിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അതുകൊണ്ട് സ്വന്തം കാർ ഓടിക്കുകയാണ്. ആൾട്ടോ ആയിരുന്നു, ആൾട്ടോ അല്ലല്ലോ, ആൾട്ടോ വിറ്റായിരുന്നു കേട്ടോ അപ്പോഴേക്കും. ആൾട്ടോ അല്ല, വേറെ ഒരെണ്ണമുണ്ടല്ലോ, സ്വിഫ്റ്റ്, മാരുതി സ്വിഫ്റ്റാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 2 പേരും മാറിയാണ് അന്ന് വണ്ടികൾ ഓടിച്ചു. ഞാൻ പോയി അരവിന്ദനെ പിക്ക് ചെയ്യും, അങ്ങനെയൊക്കെ. ഒരു കാറേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ആദ്യത്തെ 4-5 വർഷത്തിൽ 6-7 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ തന്ന വണ്ടി മാറ്റിയത്. അത് മാറ്റി ആൾട്ടോ വാങ്ങിച്ചു. ആൾട്ടോ മാറ്റിയിട്ട് സ്വിഫ്റ്റ് വാങ്ങിച്ചു. സ്വിഫ്റ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീടിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് സ്വിഫ്റ്റ് മാറ്റിയിട്ട് ഹോണ്ട സിറ്റി വാങ്ങിച്ചു. അപ്പോഴേക്കും അരവിന്ദ് കസഖ്സ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മളുടെ ആദ്യം വാങ്ങിച്ച വീടിൻ്റെ ലോണൊക്കെ കഴിഞ്ഞിരുന്നു, ഞങ്ങൾ ബാംഗ്ലൂരിൽ വാങ്ങിച്ച വീടിൻ്റെ. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന സമയത്തായതുകൊണ്ട് ഒരു കാർ കൂടെ വാങ്ങിച്ച് ആ വീടിൻ്റെ റെൻറ്റ് കൊണ്ട് ആ കാറിൻ്റെ EMI അടിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ കാർ ഇതാ ഇപ്പോഴാണ് വിറ്റത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഹ്യുണ്ടായി ആക്സെൻ്റ് അല്ല, ഹ്യുണ്ടായി വെർണ. അന്നൊക്കെ അതിന് ഒരു 16-17 ലക്ഷം രൂപയുണ്ട്. സോ 2 കാറ് വാങ്ങിച്ചു ഞങ്ങൾ ആ സമയത്ത് കേട്ടോ. ഒന്നും നമ്മൾ ഒരു മുടക്കും കൂടാതെ ആ കാറുകളുടെ എല്ലാ EMI അടച്ചു ഡെറ്റ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ 2ാമത്തെ വീട്ടിലേക്ക് ലോൺ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായി നോക്കുമ്പോൾ നമ്മുടെ ഇതെല്ലാം കറക്റ്റായി. ലോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി. നമ്മളൊന്നും ബാക്കപ്പ് വെച്ചിട്ടില്ല, അതായത് ഒന്നും എന്താ പറയുക കെട്ടാതിരുന്നിട്ടില്ല. അപ്പം നമുക്ക് ക്രെഡിറ്റ് സിബിൽ റിപ്പോർട്ട്, നല്ല റിപ്പോർട്ട് കിട്ടും, എന്നാൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ വില്ല വാങ്ങിച്ചത്. പലപ്പോഴായിട്ട് ഞാൻ റീലുകളിലും അതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം 2013 എന്ന് പറയുമ്പോൾ ഇപ്പം എത്ര വർഷമായി? 2026 എത്തി നിൽക്കുമ്പോൾ ആ ഒരു വീട് ഡെറ്റ് ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഒരു വലിയ ഗോൾ എടുത്തു കഴിയുമ്പോൾ വി വിൽ വർക്ക് ഹാർഡ്. ആ ഗോൾ എങ്ങനെയാണ് നമുക്ക് നേടേണ്ടതെന്നുള്ളത് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് അടയ്ക്കാനുള്ള ശ്രമത്തിൽ നമ്മളുടെ എല്ലാത്തിനും ഒരു ചിട്ട വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഏർലിയർ ദ ബെറ്റർ. ഇപ്പോൾ ഒരുപാട് പ്രായമൊക്കെ ആകുന്നതിന് മുമ്പേ ലോണുകളൊക്കെ എടുക്കുകയും, ലോൺ എടുക്കാൻ മടിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബാങ്ക് അവിടെ ഇരിക്കുന്നത് ലോൺസ് തരാനും നിങ്ങളുടെ എന്താ പറയുക സാമ്പത്തിക സമൃദ്ധി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഹെൽപ്പ് തരാനുമാണ് ഈ ബാങ്കിങ് സിസ്റ്റം ഒക്കെ, അല്ലേ? സോ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. അതിന് തക്കതായ ലോണുകൾ എടുക്കുക. ലോൺ എടുത്ത് ഒരു അസറ്റ് വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. അതിനകത്ത് അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാകുകയുള്ളൂ. ഒരു പക്ഷേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനത് റെൻറ്റിന് കൊടുത്തു, ഞാനത് പൂട്ടിയിട്ടില്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യും, പൂട്ടിയിട്ടേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് മറ്റുള്ളവർ ഉപയോഗിച്ചത് നാശമാക്കി കളയും. അങ്ങനെ ചിന്തിക്കരുത്. ആ മറ്റുള്ളവർ എന്ന് പറയുന്നവരും എന്താ പറയുക, നമ്മളെപ്പോലെ മനുഷ്യരാണ്. അവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഭൂമിയുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരേണ്ടി വന്ന എന്നെ പോലുള്ളവർക്ക് എൻ്റെ വീട് ഒഴിഞ്ഞു കിടക്കുന്നതിലും നല്ലതല്ലേ വീടില്ലാത്ത ഒരാൾക്ക് വീടായിട്ട് കൊടുക്കുന്നത്? തിങ്ക് ലൈക്ക് ദാറ്റ്. അയ്യോ ഞാൻ കൊടുക്കൂല എൻ്റെ വീട്, അത് മുഴുവനും നാശമാകും. ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ വീട് ഇല്ലാതെ ചെന്നൈയിൽ പോയി താമസിച്ച സമയത്ത് എല്ലാവരും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വാടകയ്ക്ക് വീട് കിട്ടുമായിരുന്നു. അപ്പം think in that way.
അതിനാണ് വന്ന വഴി മറക്കാതിരിക്കുക എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ വീട്ടിൽ താമസിക്കുന്നവർക്ക് 2 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ പേര് അഥേന എന്നാണ്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ ഒരു ദിവസം ചെന്നു കാണാനായിട്ട്, വീട് കാണാനായി. അപ്പോൾ അവർ ഹായ് അഥേന എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. ഞാൻ പറഞ്ഞു ഈ പട്ടിക്കുട്ടിയുടെ പേര് അഥേന എന്നാ. അതായത് എൻ്റെ വീട്ടിൽ, എൻ്റെ വില്ലയിൽ താമസിക്കുന്ന ആ കുട്ടിയുടെ പെറ്റിൻ്റെ പേര് അഥേന എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഒരു അഥേന സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട്, ആഗാസ് അഥേന ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ലോഞ്ച് ചെയ്തത് എൻ്റെ യൂട്യൂബിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അതെല്ലാം യൂണിവേഴ്സ് ഈസ് കൺസ്പയറിങ് ഫോർ അസ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങൾ തന്നെത്താൻ നിങ്ങൾ തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യമാണ്. യു റീഡ് ദ കറക്റ്റ് ബുക്സ്, എന്നിട്ട് നിങ്ങൾ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് പറ്റിയ ഒരു ചാർട്ട് ഉണ്ടാക്കി നിങ്ങൾ ചെയ്യും. നടന്നിരിക്കും, ഉറപ്പായിട്ടും നടന്നിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങളും ഉപകാരങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുക. ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും വിളിച്ചു പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചൂടത്തെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫുഡ് വാങ്ങിച്ചിരുന്നു. എനിക്ക് ഉണ്ടാക്കാൻ മടിയായിട്ട് വെജിറ്റേറിയൻ മീൽസ് വാങ്ങിച്ചു ഞാൻ കേട്ടോ. അപ്പോൾ നട്ടപ്പുറം വെയിലത്തല്ലേ ഇവിടെ എന്താ വെയിൽ, അവിടെയും ഇപ്പം ഉണ്ട്. ആ വെയിലിൽ സ്വിഗ്ഗിക്കാരൻ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാനൊരു കൊക്കക്കോള അതിൽ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് ഇതിൽ പണ്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറുമുണ്ട്. അതങ്ങോട്ട് എടുത്തു കൊടുത്തപ്പോൾ പാകിസ്ഥാനിയായിരുന്നു. അയാൾ ചോദിച്ചു മാം റിയലി ഇത് എനിക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, ഞാൻ വെള്ളം ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ഇത് തന്നതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് അയാൾ അത് മേടിച്ചുകൊണ്ട് പോയി. എന്തായാലും എന്നാൽ ഇൻഷാ അല്ലാ എന്നോ അങ്ങനെ അവർ പറയുമല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാനിത് വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞറിയിക്കാനല്ല, നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. സോ നിങ്ങളത് തോന്നും നിങ്ങൾക്ക്, ഇത് ആ ചേച്ചി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. പറഞ്ഞില്ലെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരണം, നമ്മളെല്ലാവർക്കും ബ്ലെസ്സിങ്സ് കൊടുക്കണം, അതാണ് പറയണത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. ഒരു വിധത്തിലും നമുക്ക് ഒരു കോട്ടവും യൂണിവേഴ്സും നമുക്ക് കൊണ്ടുവന്ന് അങ്ങനെ തരില്ല. നമ്മളിങ്ങനെ നല്ലത് ചെയ്യാനായിട്ട്, നല്ലത് എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഉള്ള ആശ്വാസത്തിൽ എന്നും ജീവിക്കുക. You will also get all the blessings. Okay? Takeaway is manifest good things only. Thank you.